നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. 3, 2, 1, ignition and lift ചരിത്രം കുറിച്ച് ശുഭാൻഷു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം വീണ്ടും ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത്. ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ചു. ആക്സിയം 4 ദൗത്യത്തിലെ 4-അംഗ സംഘം നാളെ വൈകിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. ആശംസ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഗാസയിൽ കനത്ത ആക്രമണം തുടർന്ന് ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് 50-ലേറെ പേർ. 400-ലേറെ പേർക്ക് പരിക്ക്. വെടിനിർത്തൽ തുടരുന്നതിനാൽ നാളെ വ്യോമപാത തുറക്കുമെന്ന് ഇറാൻ. ഭാരതാംബ ചിത്രത്തെ ചൊല്ലി കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൻ സംഘർഷം. ഗവർണർ പങ്കെടുത്ത സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിൽ പ്രതിഷേധം. ചിത്രം മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടെങ്കിലും മാറ്റാതെ സംഘാടകർ. കടുത്ത പ്രതിഷേധത്തിനിടെ പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർ. സർക്കാർ പരിപാടികളിൽ കാവ്യപതാക ഏന്തിയ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നതിൽ ഗവർണറെ എതിർപ്പറിയിക്കാൻ സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ അതിശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, തൃശൂർ, വയനാട് ജില്ലകളിൽ നാളെ അവധി. വയനാട് വനറാണി എസ്റ്റേറ്റിൽ മണ്ണിടിച്ചിൽ. പുന്നപ്പുഴയിലെ ഉരുൾ അവശിഷ്ടങ്ങൾ നീക്കാൻ 195 കോടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. താമസ വിസ തട്ടിപ്പ് നടത്തിയ വിവിധ രാജ്യക്കാരായ ആളുകളെ ദുബായിൽ പിടികൂടി. വ്യാജ കമ്പനികൾ സ്ഥാപിച്ച് താമസ വിസകൾ നൽകി പണം തട്ടുന്ന രീതിയായിരുന്നു ഇവരുടേത്. ഇവരിൽ നിന്നും 25.21 ദശലക്ഷം ദിർഹ പിഴയായി ഈടാക്കുമെന്നും ദുബായ് സിറ്റിസൺഷിപ്പ് ആൻഡ് റെസിഡൻസി പ്രോസിക്യൂഷൻ വിധിച്ചു. വിശദാംശങ്ങൾ നോക്കാം. ഗാസ മുനമ്പിൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ 80ഓളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഗാസ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ ആക്രമണം. മധ്യ ഗാസയിലെ നെറ്റ്സാരിം ജംഗ്ഷന് സമീപം നിരവധി പേർ കാത്തുനിൽക്കുന്നതിനിടയിലാണ് ഇസ്രായേലി വെടിവെപ്പുണ്ടായത്. നിരവധി പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ മാസം അവസാനം വിവാദമായ ഇസ്രയേലും US പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനും സ്ഥാപിച്ച സഹായ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് ആക്രമണം ഉണ്ടായത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ഗ്രൂപ്പിന് കഴിയുന്നില്ല എന്നും ഇസ്രയേലിന് സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു ആയുധമാക്കി ഭക്ഷണത്തെ മാറ്റുന്നു എന്നുമാണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള വിമർശനം. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന സഹായ വിതരണ കേന്ദ്രങ്ങൾ ഇസ്രായേലി സേന നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിന് വളരെ അടുത്താണ്. അതിനാൽ വലിയ ജനക്കൂട്ടം ഒത്തുകൂടിയപ്പോൾ അവർ ഇസ്രായേലി വെടിവെപ്പിന് ഇരയാകുന്നുവെന്നാണ് റിപ്പോർട്ട്. ഭക്ഷണ പാഴ്സലുകൾ പോലെയുള്ള ലഭ്യമായ എന്തും കയ്യിലെടുക്കാൻ സഹായ കേന്ദ്രങ്ങളിൽ ആളുകൾക്ക് 20 മിനിറ്റ് മാത്രമേ നൽകുന്നുള്ളൂ. ആ 20 മിനിറ്റ് കാലയളവ് അവസാനിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വെടിവെപ്പ് ആരംഭിക്കുന്നു. ഇങ്ങനെ ഈ കേന്ദ്രത്തിൽ ധാരാളം ആളുകൾ മരിക്കുന്നുണ്ടെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിന്റെ ഉപരോധം മൂലം ദാഹം കൊണ്ട് മരിക്കാൻ സാധ്യതയുള്ള കുട്ടികളുള്ള ഒരു മനുഷ്യനിർമ്മിത വരൾച്ചയ്ക്ക് തുല്യമായ അവസ്ഥയാണ് ഗാസ നേരിടുന്നതെന്ന് യൂണിസെഫ് മുന്നറിയിപ്പ് നൽകി. ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങളിൽ പലസ്തീനികളെ വധശിക്ഷാ രീതിയിൽ കൊലപ്പെടുത്തുന്നുവെന്നുമാണ് വിമർശനം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പാകിസ്ഥാന്റെ ആയുധങ്ങൾ അതീവ രഹസ്യമായി നവീകരിക്കുകയാണെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ചൈനയുമായി സഹകരിച്ചാണ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിന്റെ നിർമ്മാണം നടത്തുന്നതെന്നാണ് സൂചന. ഇതിൽ അമേരിക്ക ആശങ്കയും മുന്നറിയിപ്പ് നൽകിയതായി വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭയന്ന പാകിസ്ഥാൻ ആയുധങ്ങൾക്കായി പുതിയ പദ്ധതികൾക്ക് തുടക്കമിടുന്നതായാണ് സൂചന. ചൈനയുടെ സഹായത്തോടെ ആയുധങ്ങൾ അതീവ രഹസ്യമായി നവീകരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുമായി ഇനിയും സംഘർഷമുണ്ടാകുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ നിർമ്മാണത്തിന് പാകിസ്ഥാൻ തുടക്കമിടുന്നതെന്നാണ് റിപ്പോർട്ട്. ആയുധ നവീകരണത്തിന് ചൈനയുടെ സഹായം തേടിയതോടെ അമേരിക്കയും ഇക്കാര്യം ഗൗരവമായാണ് കാണുന്നത്. അമേരിക്കയിൽ വരെ എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് പാകിസ്ഥാൻ രഹസ്യമായി വികസിപ്പിക്കുന്നതെന്നാണ് US രഹസ്യാന്വേഷണ റിപ്പോർട്ട്. 5500 കിലോമീറ്ററിനപ്പുറത്ത് ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകളെയാണ്
ഭൂഖണ്ഡാന്തര മിസൈലുകളെന്ന് വിശേഷിപ്പിക്കുക. ഇത് തങ്ങൾക്ക് വെല്ലുവിളിയാണെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. മിസൈൽ വികസിപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ വിജയിച്ചാൽ ആണവായുധ ശേഷിയുള്ള എതിരാളിയായി കണക്കാക്കേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. നിലവിൽ ചൈന, ഉത്തര കൊറിയ, റഷ്യ എന്നീ രാജ്യങ്ങളാണ് അമേരിക്കയുടെ ആണവ എതിരാളികൾ. നിലവിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സ്വന്തമായിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് നേരിട്ട് US വരെ എത്താവുന്ന മിസൈലുകളില്ല. അതിനാൽ ഇന്ത്യയെ ആണവ എതിരാളിയായി US കണക്കാക്കിയിട്ടുമില്ല. അതേസമയം പാകിസ്ഥാൻ ഇതുവരെ ഹ്രസ്വദൂര, മധ്യദൂര മിസൈലുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അത് ഇന്ത്യയെ നേരിടാൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതെന്നാണ് പാകിസ്ഥാന്റെ വാദം. നിലവിൽ പാകിസ്ഥാന് ഭൂഖണ്ഡാന്തര മിസൈലുകളില്ല. പാകിസ്ഥാന്റെ പക്കലുള്ള ഏറ്റവും ദൂരത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന മിസൈൽ എന്നത് ഷഹീൻ 3 ആണ്. ഇതിന്റെ പരമാവധി പ്രഹരപരിധി 2700 കിലോമീറ്റർ മാത്രമാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈന നൽകിയ മിസൈലുകൾ പരാജയപ്പെട്ടത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ ആക്സിയം 4 ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചു. അമേരിക്ക, ഹംഗറി, പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികരും ദൗത്യത്തിന്റെ ഭാഗമാണ്. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തും. 5, 4, 3, 2, 1. Ignition. ഫ്ലോറിഡയിൽ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 വിക്ഷേപണം. പുതുതായി വികസിപ്പിച്ചെടുത്ത SpaceX ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ദൗത്യസംഘത്തിന്റെ യാത്ര. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാൻഷു. 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുകയാണ്. നാസയുടെയും ISROയുടെയും സഹകരണത്തോടെയാണ് ആക്സിയമിന്റെ വിക്ഷേപണം. അമേരിക്കൻ കമ്പനിയായ ആക്സിയമിന്റെ ആക്സിയം 4 മിഷന്റെ 4 പേരടങ്ങുന്ന സംഘത്തിലെ ഒരാളാണ് ശുഭാൻഷു. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗവും ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാൻഷുവാണ് മിഷൻ പൈലറ്റ്. ഇന്ത്യയ്ക്കു വേണ്ടി പ്രധാനമായും 7 പരീക്ഷണങ്ങളാണ് ശുഭാൻഷു ബഹിരാകാശ നിലയത്തിൽ നടത്തുക. സൂക്ഷ്മാണുക്കളുടെ വളർച്ച, വികാസം, യാത്രികരുടെ മസിലുകളുടെ ശോഷണം, വിത്തുകളുടെ വളർച്ച തുടങ്ങി ബഹിരാകാശ ശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമുള്ള നിർണായക പരീക്ഷണങ്ങളാണിവ. ഗഗൻയാൻ ദൗത്യത്തിനു മുമ്പ് ബഹിരാകാശത്ത് ചെലവഴിക്കാൻ ശുഭാൻഷുവിന് സാധിക്കുന്നത് ഗഗൻയാൻ പദ്ധതിക്കും നേട്ടമാകും. ബഹിരാകാശത്ത് ഏറെ പരിചയസമ്പത്തുള്ള നാസയുടെ ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സൺ മിഷൻ തലപ്പത്തുണ്ട്. പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി സുവോ സുസാൻസ്കിയും ഹംഗറിയിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികൻ ടിപ്പർ കാപ്പു എന്നിവർ മിഷൻ സ്പെഷ്യലിസ്റ്റുമാരാണ്. 14 ദിവസം നീണ്ടുനിൽക്കുന്ന ദൗത്യത്തിൽ മൈക്രോഗ്രാവിറ്റിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്താനാണ് മിഷൻ ലക്ഷ്യമിടുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാരണങ്ങളാൽ 6 തവണ മാറ്റിവെച്ച ശേഷമാണ് ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചത്. ശുഭാൻഷുവിന്റെ യാത്രയ്ക്കായി 550 കോടി രൂപ ഇന്ത്യ ചെലവഴിച്ചു. 2000 മണിക്കൂറിലധികം യുദ്ധവിമാനങ്ങൾ പറപ്പിച്ച അനുഭവ സമ്പത്തുള്ള ശുഭാൻഷുവിന്റെ ഈ ചരിത്ര നേട്ടത്തിലേക്കുള്ള യാത്ര ഓരോ ഭാരതീയനും അഭിമാനമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ശുഭാൻഷു ശുക്ലയുടെ കുടുംബം അദ്ദേഹത്തിന്റെ ചരിത്ര ദൗത്യത്തിന് സാക്ഷിയാകാൻ കെനഡി സ്പേസ് സെന്ററിൽ എത്തിയിരുന്നു. മകൻ എല്ലാ ആശംസകളും മാതാപിതാക്കൾ നേർന്നു. നിറകണ്ണുകളോടെയാണ് ദൗത്യത്തിന് കുടുംബം സാക്ഷിയായത്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ ഒരു കുറിപ്പിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ വൈകാരികമായ സന്ദേശം പങ്കുവച്ചത്. ഒരു മികച്ച പങ്കാളിയായതിന് കാമിനയ്ക്ക് പ്രത്യേക നന്ദി. നീ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സാധ്യമാകില്ലായിരുന്നു. അതിലുപരി ഇതൊന്നിനും ഒരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ശുഭാൻഷു ശുക്ല കുറിച്ചു. ആക്സിയം 4 ദൗത്യത്തിനായി യാത്ര തിരിക്കുന്നതിന് തൊട്ടുമുമ്പായി ഒരു ഗ്ലാസ് ഭിത്തിയുടെ ഇരുവശങ്ങളിൽ നിന്ന് യാത്ര പറയുന്ന ചിത്രവും അദ്ദേഹം കുറിപ്പിനൊപ്പം പങ്കുവച്ചു. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം അതിശക്തമായ മഴ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടുക്കി, പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടായത്. അടുത്ത 4 ദിവസം ശക്തമായ മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മോശം കാലാവസ്ഥയായതിനാൽ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം.
ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പുന്നപ്പുഴ നദിയിൽ അടിഞ്ഞുകൂടിയ ഉരുൾപൊട്ടലിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായുള്ള പ്രവർത്തികൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. ഇതിന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ചുമതലപ്പെടുത്തി 195 കോടി 55 ലക്ഷം രൂപയുടെ പ്രവൃത്തിക്കാണ് ഭരണാനുമതി നൽകിയത്. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. പുന്നപ്പുഴയിൽ അസാധാരണമായ നിലയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. വില്ലേജ് റോഡിൽ വെള്ളം കയറി പ്രതിഷേധവുമായി ദുരന്തബാധിതർ റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ശക്തമായ മഴയാണ് ഈ മേഖലയിൽ രേഖപ്പെടുത്തിയത്. 2024 ജൂലൈ 30 കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലുള്ള പുഴയിൽ വലിയ തോതിൽ ചെളിവെള്ളം നിറഞ്ഞ് കുത്തൊഴുക്കുണ്ടായതാണ് ആശങ്കയുണർത്തിയത്. ഉരുൾപൊട്ടലിന് പിന്നാലെ സൈന്യം പുഴയ്ക്ക് കുറുകെ സ്ഥാപിച്ച ബെയിലി പാലത്തിന് സമീപത്ത് വരെ മുണ്ടക്കൈ റോഡിലും വെള്ളം കയറി. ബെയിലി പാലത്തിനപ്പുറം റാണിമല ഹാരിസൺ എസ്റ്റേറ്റുകളിൽ ജോലിക്ക് പോയ തൊഴിലാളികൾ മഴയത്ത് ഒറ്റപ്പെട്ടതും ആശങ്ക സൃഷ്ടിച്ചു. പിന്നീട് ഇവരെ സുരക്ഷിതമായി ഇക്കരെ എത്തിച്ചു. സ്ഥലത്തെത്തിയ റവന്യൂ സംഘത്തെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു. സുരക്ഷിത മേഖലയായി അടയാളപ്പെടുത്തിയ ഭാഗത്ത് വരെ വെള്ളം കയറിയതായി നാട്ടുകാർ ആരോപിച്ചു. സമയത്ത് മാറ്റി പാർപ്പിച്ചു. ഞങ്ങൾ എല്ലാവരും വാടകയ്ക്ക് പോയി. പക്ഷെ സർക്കാർ ഇപ്പൊ ഞങ്ങൾക്ക് വാടകയും തരുന്നില്ല, 9,000 തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രശ്നമില്ല. പ്രശ്നമില്ല, അത് എന്ത് വന്നാലും പറ്റില്ല. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇല്ല, നമ്മൾ കുഞ്ചരിമട്ടം ഭാഗം വരെ പോയി നോക്കിയതാണ്. അവിടെ പുതിയ പൊട്ടലൊന്നുമല്ല. അവിടെ ലാസ്റ്റ് പൊട്ടിയ സമയത്തിൽ 53 lakh മെട്രിക് ടൺസ് നമുക്ക് ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ഷുഡ് ബി റെഡി ഫോർ. അപ്പോൾ അവിടെ എന്താണ് നിലവിലുള്ള ഡെബ്രിസ് ആണ് താഴോട്ട് വന്നത്. പുതിയ പൊട്ടലൊന്നും നിലവിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാലവർഷം ആരംഭിച്ചു മുതൽ കനത്ത മഴ ഈ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയധികം നീരൊഴുക്ക് ഇതാദ്യമായാണ്. ഇതാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. അമൃത ന്യൂസ്, വയനാട്. താമസ വിസ തട്ടിപ്പ് നടത്തിയ വിവിധ രാജ്യക്കാരായ ആളുകളെ ദുബായിൽ പിടികൂടി. വ്യാജ കമ്പനികൾ സ്ഥാപിച്ച് താമസ വിസകൾ നൽകി പണം തട്ടുന്ന രീതിയായിരുന്നു ഇവരുടേത്. ഇവരിൽ നിന്നും 25.21 ദശലക്ഷം ദിർഹം പിഴയായി ഈടാക്കാനും ദുബായ് സിറ്റിസൺഷിപ്പ് ആൻഡ് റെസിഡൻസി പ്രോസിക്യൂഷൻ വിധിച്ചു. വിവിധ രാജ്യക്കാരായ 21 പേരെയാണ് ദുബായിൽ വിസ തട്ടിപ്പിന് അറസ്റ്റ് ചെയ്തത്. വിവിധ പേരുകളിൽ കമ്പനികൾ സ്ഥാപിച്ച് റെസിഡൻസി വിസ നൽകി പണം തട്ടുന്ന രീതിയായിരുന്നു പ്രതികളുടേത്. വ്യാജ കമ്പനികൾ സ്ഥാപിക്കുകയും പണം വാങ്ങി വിസ നൽകിയതിനു ശേഷം കമ്പനികൾ അടച്ചുപൂട്ടുകയുമായിരുന്നു തട്ടിപ്പിന്റെ രീതി. കമ്പനികളുടെ ഓഫീസുകൾ നിലവിലില്ലെന്നും താമസ വിസ നേടുന്നതിനായി മാത്രമായിരുന്നു ഇവ സ്ഥാപിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് 21 പേരെ അറസ്റ്റ് ചെയ്തു. ദുബായ് സിറ്റിസൺഷിപ്പ് ആൻഡ് റെസിഡൻസി കോടതിയിൽ നടന്ന വിചാരണയ്ക്ക് ശേഷമാണ് 21 പ്രതികളെയും കുറ്റക്കാരാണെന്ന് വിധിച്ചുകൊണ്ട് കോടതി വിധി പുറപ്പെടുവിച്ചത്. 33 സ്ഥാപനങ്ങളെയാണ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയത്. ഈ സ്ഥാപനങ്ങളുടെ പേരിൽ 385 റെസിഡൻസി വിസകൾ ദുരുപയോഗം ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും സീനിയർ അഡ്വക്കേറ്റ് ജനറലും സിറ്റിസൺഷിപ്പ് ആൻഡ് റെസിഡൻസി പ്രോസിക്യൂഷൻ മേധാവിയുമായ കൗൺസിലർ ഡോക്ടർ അലി ഹുമൈദ് ബിൻ ഖാദെ വ്യക്തമാക്കി. താമസ വിസ ദുരുപയോഗം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണങ്ങൾ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഫോണിലൂടെ ചർച്ച നടത്തി. ഇറാൻ പ്രസിഡന്റ് സൗദി കിരീടാവകാശിയുമായി ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത സൗദി കിരീടാവകാശി സുരക്ഷയും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനും സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാനും ഇത് സഹായിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച സൗദി അറേബ്യയുടെ നിലപാടിന് ഇറാൻ പ്രസിഡന്റ് നന്ദി പറഞ്ഞു. സൗദി അറേബ്യയിലെ അൽ ഖസീം സൈനിക താവളം ആക്രമിക്കാൻ പദ്ധതിയിട്ട ഭീകര സംഘത്തിൽ ചേർന്ന സഹോദരന്മാരായ 2 സൗദി പൗരന്മാരുടെ വധശിക്ഷ നടപ്പാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മുജൽ ബിൻ ഇബ്രാഹിം ബിൻ അബ്ദുറഹ്മാൻ അൽ ഫയസാൻ, സുലൈമാൻ ബിൻ ഇബ്രാഹിം ബിൻ അബ്ദുറഹ്മാൻ അൽ ഫയസാൻ എന്നിവർക്കാണ് ശിക്ഷ നടപ്പാക്കിയത്. പ്രതികൾ ഭീകര സംഘത്തിന്റെ നേതാവിനെ അനുസരണ പ്രതിജ്ഞ ചെയ്തു, സൈനിക താവളത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടു തുടങ്ങിയ കുറ്റത്തിനാണ് ശിക്ഷ.
UAE-യിലെ പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം പരിശോധിക്കുന്നതിന് ദേശീയ സർവേ പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും സർവേയുടെ ഭാഗമാകണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സ്കൂൾ അന്തരീക്ഷത്തെക്കുറിച്ചും പൊതുവിദ്യാലയങ്ങളിൽ നൽകുന്ന വിദ്യാഭ്യാസ സേവനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംതൃപ്തി വിലയിരുത്തുകയാണ് ദേശീയ സർവേയുടെ ലക്ഷ്യം. പ്രാഥമിക തലം, മിഡിൽ സ്കൂൾ, സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെ ഗ്രേഡ് 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളെ 3 തിരിച്ചാണ് സർവേ നടത്തുക. 1 മുതൽ 4 വരെയുള്ള ആദ്യ വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ സർവേയിൽ പങ്കെടുക്കാം. മറ്റ് 2 വിഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ തന്നെ സർവേയുടെ ഭാഗമാകണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അറബിക് കലണ്ടർ പ്രകാരമുള്ള ഹിജ്റ പുതുവർഷം പ്രമാണിച്ച് ജൂൺ 27 വെള്ളിയാഴ്ച ദുബായിൽ പാർക്കിംഗ് സൗജന്യം അനുവദിച്ചു. ബഹുനില പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒഴികെയുള്ള പൊതു പാർക്കിംഗ് ഇടങ്ങളിൽ പണം നൽകാതെ വെള്ളിയാഴ്ച കാർ പാർക്ക് ചെയ്യാം. അവധി പ്രമാണിച്ച് ദുബായ് മെട്രോ പുലർച്ചെ 5 മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ 1 മണി വരെ സർവീസ് നടത്തുമെന്നും ദുബായ് RTA അറിയിച്ചു. കുവൈറ്റ് എയർവേസ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് മുൻതൂക്കം നൽകുന്നതെന്ന് ചെയർമാൻ ക്യാപ്റ്റൻ അബ്ദുൾ മഹ്സൻ അൽ ഫഖാൻ. പ്രാദേശിക സാഹചര്യങ്ങളെ തുടർന്ന് യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ നിരവധി മുൻകരുതൽ നടപടികളാണ് തങ്ങൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. വിമാന ഷെഡ്യൂൾ സാധാരണ നിലയിലായതിനു ശേഷം നിലവിൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തനങ്ങൾ തുടരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സുരക്ഷാ സംഘർഷങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിലെ വ്യോമാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്നത് ഒഴിവാക്കുവാൻ മുമ്പ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞു. അപകട സാധ്യതകൾ ഒഴിവാക്കാൻ നിരവധി വിമാനങ്ങൾ ജിദ്ദയിലേക്കും കെയ്റോയിലേക്കും വഴി തിരിച്ചുവിട്ടുകൊണ്ടാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കിയതെന്നും അൽ ഫഖാൻ കൂട്ടിച്ചേർത്തു. കുവൈറ്റിന്റെ ദേശീയ ഐക്യം തകർക്കുവാനും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുവാനും ലക്ഷ്യമിട്ട് സാമൂഹിക ഘടനയെ മനഃപൂർവ്വം അപമാനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പരാമർശം നടത്തിയ സ്വദേശി പൗരനെ അറസ്റ്റ് ചെയ്തു. സമൂഹത്തിലെ ഒരു വിഭാഗത്തെ പരിഹസിക്കുകയും അനാദരിക്കുകയും ചെയ്യുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇയാൾ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. ഇയാൾക്കെതിരെ ആവശ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിച്ച ശേഷം ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം ആഘോഷമാക്കി ജിദ്ദയിലെ UDF പ്രവർത്തകർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നേടിയ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ജിദ്ദ പ്രവാസി UDF നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വിജയാഘോഷം സംഘടിപ്പിച്ചു. ജിദ്ദ ഷറഫിയയിലെ സഫയർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി OICC, KMCC നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. പരിപാടികളിൽ ആവേശകരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയും വിജയഗാനങ്ങൾ ആലപിച്ചും നാട്ടിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് സമാനമായ രീതിയിൽ പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ ഓഡിറ്റോറിയത്തെ ഇളക്കി അനസ് നിലമ്പൂർ, അബൂട്ടി പള്ളത്ത്, അബൂബക്കർ അരിമ്പ്ര, CM അഹമ്മദ്, യാസീർ നായിഫ് എന്നിവർ പങ്കെടുത്തു. ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന പാർട്ടീഷൻ റൂമുകൾ അനുവദിക്കില്ലെന്ന നിയമം ദുബായ് മുനിസിപ്പാലിറ്റി കർശനമാക്കുന്നു. ഇതിന്റെ ഭാഗമായി ദുബായിലെ വിവിധയിടങ്ങളിലെ ബാച്ചിലർ അക്കോമഡേഷനുകൾ അധികൃതർ ഒഴിപ്പിച്ചു. ഒരു മുറി വാടകയ്ക്കെടുത്ത് 5-6 ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന രീതി UAE-യിൽ വ്യാപകമാണ്. ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ മുതൽ സന്ദർശക വിസയിലെത്തി തൊഴിൽ അന്വേഷിക്കുന്നവർ വരെ ഇത്തരം ഇടങ്ങളിൽ താമസിക്കുന്നുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരം താമസയിടങ്ങൾ അനുവദിക്കില്ലെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചത്. നടപടികൾ ആരംഭിച്ചതോടെ മലയാളികൾ അടക്കമുള്ള ബാച്ചിലർ താമസക്കാർ ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിലേക്ക് താമസം മാറി. ബാച്ചിലർ താമസയിടങ്ങളിൽ നിന്നും ആളുകൾ സാധനങ്ങളും എടുത്തു മാറുന്നതിന്റെ ദൃശ്യങ്ങൾ എന്ന പേരിലുള്ള നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് യുദ്ധഭീതിയിൽ കുവൈറ്റിൽ വാങ്ങിക്കൂട്ടിയ അധിക ഭക്ഷ്യോൽപ്പന്നങ്ങൾ പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും ദാനം ചെയ്യുവാൻ റെഡ് ക്രസന്റിന്റെ ആഹ്വാനം. സംഘർഷം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ പ്രവാസികളിൽ ഉൾപ്പെടെ നിരവധി പേരാണ് കുപ്പിവെള്ളം ഉൾപ്പെടെ അധികമായി ഭക്ഷ്യപാനീയ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടിയത്. എന്നാൽ മേഖലയിൽ യുദ്ധഭീതി ഒഴിഞ്ഞതോടെ പല വീടുകളിലും അധികമായി വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് റെഡ് ക്രസന്റിന്റെ ആഹ്വാനം. രാജ്യത്ത് താഴ്ന്ന വരുമാനക്കാരായ നിരവധി കുടുംബങ്ങളും തൊഴിലാളികളുമാണുള്ളത്. ആവശ്യക്കാരെ നേരിൽ കണ്ടെത്തി ഇവ വിതരണം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പ്രാദേശിക ജീവകാരുണ്യ സംഘടനകൾക്കോ സമീപത്തെ പള്ളികളിലോ ഇവ ദാനം ചെയ്യാവുന്നതാണെന്നും സംഘടന ആഹ്വാനം ചെയ്തു.
സൗദി അറേബ്യയിലെ തായിഫിലെയും മക്കയിലെയും ഉപഭോക്താക്കളുടെ ഹൃദയം കീഴടക്കി അൽവഫ ഹൈപ്പർ മാർക്കറ്റ് വിജയകരമായ 1 വർഷം പൂർത്തിയാക്കി. 1ാം വാർഷികത്തോടനുബന്ധിച്ച് തായിഫിലെയും മക്കയിലെയും ഹൈപ്പർ മാർക്കറ്റുകളിൽ ജൂൺ 25, 26, 27, 28 ദിവസങ്ങളിലാണ് പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അൽവഫ ഹൈപ്പർ മാർക്കറ്റ് സൗദിയിലെ വെസ്റ്റേൺ ഏരിയയിലെ മക്കയിലും തായിഫിലും പിന്നീട് ജിദ്ദയിലും ലഭിച്ച വലിയ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് സൂപ്പർ മാർക്കറ്റ് തായിഫിലും മക്കയിലും 1ാം വാർഷികം ആഘോഷിക്കുന്നത്. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും മികച്ച സേവനവും വലിയ വിലക്കുറവുമാണ് ഹൈപ്പർ മാർക്കറ്റിനെ ജനപ്രിയമാക്കിയത് എന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. മക്കയിലെ അൽവഫ ഹൈപ്പർ മാർക്കറ്റിൽ ഹജ്ജ് തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. റിലീസായി 60 ദിവസങ്ങൾക്ക് ശേഷവും വിജയാഘോഷങ്ങൾ അവസാനിക്കാതെ മോഹൻലാൽ നായകനായ മലയാള സിനിമ തുടരും. ദുബായിലെ മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ആഘോഷ പരിപാടി നടന്നത്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ തുടരും എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ വിജയാഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ദുബായ് സ്റ്റാർ ഗലേറിയ സിനിമാസിലായിരുന്നു വാദ്യമേളങ്ങളുടെയും കാവടിയുടെയും അകമ്പടിയോടെയുള്ള ആഘോഷ പരിപാടി നടന്നത്. സംവിധായകൻ തരുൺ മൂർത്തി, നടനും സഹസംവിധായകനുമായ ബിനു പപ്പു, ആശീർവാദ് സിനിമാസ് ഡയറക്ടർ ആശിഷ് ജോ ആന്റണി, ഫിറ്റ്നസ് ട്രെയിനർ ഡോക്ടർ ജെയ്സൺ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. പൊന്നാടി അണിയിച്ചാണ് ദുബായിലെ മോഹൻലാൽ ആരാധകർ സിനിമയുടെ സംവിധായകൻ ഉൾപ്പെടെയുള്ളവരെ വരവേറ്റത്. മോഹൻലാൽ എന്ന നടനോടുള്ള സ്നേഹവും ആദരവുമാണ് സിനിമ റിലീസായി ദിവസങ്ങൾ ഏറെ കഴിഞ്ഞിട്ടുമുള്ള ഈ ആഘോഷങ്ങൾ കാണിക്കുന്നതെന്ന് തരുൺ മൂർത്തി പറഞ്ഞു. ദുബായിലെ യുവ ചിത്രകാരൻ ശരൺ വരച്ച ചിത്രം തരുൺ മൂർത്തിക്ക് സമ്മാനിച്ചാണ് ആഘോഷങ്ങൾ അവസാനിച്ചത്. അമൃത ന്യൂസ്, ദുബായ്. അംബ നാട്യകലാക്ഷേത്രയുടെ നേതൃത്വത്തിൽ UAEയിലെ പ്രമുഖ നൃത്താധ്യാപികയായ അംബ ശിവരാഗിന്റെ നൃത്ത സംവിധാനത്തിൽ അരങ്ങേറിയ മുദ്രാങ്കിതം ആസ്വാദകർക്ക് അവിസ്മരണീയമായ അനുഭവമായി. നാടകം, നൃത്തം, നങ്ങ്യാർകൂത്ത്, കഥകളി തുടങ്ങിയ കലകളെ സന്നിവേശിപ്പിച്ച് അംബ ശിവരാഗ് രൂപം കൊടുത്ത രൗദ്രഭീമൻ എന്ന നൃത്തനാടകമായിരുന്നു കാണികളെ ഏറെ ആകർഷിച്ചത്. ചൂതുകളി മുതൽ കൗരവ പാണ്ഡവ യുദ്ധാവസാനം വരെയുള്ള മഹാഭാരത കഥ സാധാരണക്കാർക്ക് ആസ്വദിക്കാനാകും വിധമാണ് അവതരിപ്പിച്ചത്. അജ്മാൻ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടി സംഗീതജ്ഞൻ പ്രണവം മധു ഉദ്ഘാടനം ചെയ്തു. അമൃത TV സീനിയർ റിപ്പോർട്ടർ ശ്രീരാജ് കൈമൾ, മാധ്യമപ്രവർത്തകരായ സാദിഖ് കാവിൽ, ജലീൽ പട്ടാമ്പി, ടി ജമാലുദ്ദീൻ, റോയ് റാഫേൽ എന്നിവർ സംസാരിച്ചു. അംബ നാട്യകലാക്ഷേത്രയിൽ വിവിധ നൃത്തരൂപങ്ങൾ അഭ്യസിച്ച് കുട്ടികളുടെ അരങ്ങേറ്റവും അമ്മമാരുടെ നൃത്താവതരണവും ഇതോടൊപ്പം നടന്നു. തൃശൂർ നിവാസികളായ പ്രവാസികളുടെ നേതൃത്വത്തിൽ പുതിയ പ്രവാസി കൂട്ടായ്മയ്ക്ക് ദുബായിൽ തുടക്കം. തേക്കിൻകാട് എന്ന് പേരിട്ട കൂട്ടായ്മയുടെ ലോഗോ പ്രകാശനവും ആദ്യ പരിപാടിയും ദുബായ് എത്തിസ്ലാത്ത് അക്കാദമി ഹാളിൽ നടന്നു. തൃശൂരിന്റെ പാരമ്പര്യത്തെയും സാംസ്കാരിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന കൂട്ടായ്മയാണ് തേക്കിൻകാടെന്ന് സംഘാടകർ അറിയിച്ചു. ദുബായ് എത്തിസ്ലാത്ത് അക്കാദമി ഹാളിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങിൽ സംവിധായകൻ തരുൺ മൂർത്തി ലോഗോ പ്രകാശനം ചെയ്തു. തേക്കിൻകാട് കൂട്ടായ്മയിലെ വനിതകൾ ചേർന്ന് ഭദ്രദീപം തെളിച്ചു. തേക്കിൻകാടിന്റെ സ്പന്ദനം എന്ന അംഗങ്ങൾ എഴുതിയ കഥകളടങ്ങുന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രശസ്ത വയലിനിസ്റ്റ് ശബരീഷ് പ്രഭാകരും ഋതുകൃഷ്ണയും പ്രമുഖ ബാൻഡ് അഗ്നിയും ചേർന്നൊരുക്കിയ സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു. പ്രമുഖ പെർഫ്യൂം ബ്രാൻഡായ ഫോഗിന്റെ നിർമ്മാതാക്കൾ പുറത്തിറക്കുന്ന റിയൽമാൻ പെർഫ്യൂംസ് ആയിരുന്നു പരിപാടിയുടെ പ്രധാന പ്രായോജകരിൽ ഒന്ന്. സംഘടനകളും അസോസിയേഷനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വേദിയാണ്. അതുകൊണ്ട് തന്നെ റിയൽമാനും ഇതിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ കൈകോർത്തു. പ്രോഗ്രാം മികച്ച വിജയം ആയിരുന്നുവെന്നും മുന്നോട്ടു പോകാൻ ഊർജം പകർന്നുവെന്നും സംഘാടകർ അറിയിച്ചു. തേക്കിൻകാട് മൈതാനത്തിലെ ഓർമ്മകളെ നെഞ്ചിലേറ്റുന്ന ഒരുപാട് തൃശ്ശൂരുകാർക്ക് എന്നും തണലേകുന്നത് ഈ തേക്കിൻകാട് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഞങ്ങൾക്കുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നിമിഷം മതി സ്വപ്നങ്ങളൊക്കെ തകിടം മറിഞ്ഞ് ജീവിതം ദുരിതത്തിലേക്ക് വീണുപോകാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കൊല്ലം ചാത്തന്നൂർ സ്വദേശി ഷൈജുവും കുടുംബവും. ഇരു കാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട ഷൈജുവിന് പക്ഷേ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടില്ല. സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന മനക്കരുത്തുമുണ്ട്. ഒപ്പം നിൽക്കാൻ നമ്മളിലെ നന്മകൾ ഉണ്ടാകുമെങ്കിൽ അതിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. രാവിലെ പത്രം ഇടാൻ പോയതാ 5:30 മണിക്ക്. ആക്റ്റീവിൽ നിന്ന് പത്രം എടുത്ത് നടന്നു പോയപ്പോൾ ഒരു ലോക്ക് ബൈക്ക് വന്ന് ഇടിച്ച് തെറിപ്പിച്ച് നടന്നു പോയപ്പോൾ ഇപ്പോൾ ഏകദേശം 3 വർഷം ആവാൻ പോകും. 2 കാലും ഒടിഞ്ഞ്, ഒരു കാല് 3 ഓപ്പറേഷൻ കഴിഞ്ഞ്, ഇപ്പം ഈ കാല് 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 മാസം ആയതേ ഉള്ളൂ. അപകടം കണ്ട് ഓടിക്കൂടിയവർ ഷൈജുവിനെ ആശുപത്രിയിലെത്തിച്ചു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണപ്പോൾ തകർന്നുപോയ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന് ഡോക്ടർ വിധിയെഴുതി. എന്തെങ്കിലും സാധ്യമെങ്കിൽ ആ കാലുകൾ മുറിച്ചു മാറ്റരുതെന്ന കുടുംബം ഡോക്ടർക്ക് മുന്നിൽ തൊഴുതു പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് ഒരാഴ്ച പറഞ്ഞ് ശരിയാവുമെന്ന് തോന്നില്ല, നമുക്കൊന്ന് അകത്ത് അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു.
അകത്ത് ചെയ്തത് ശരിയാവും എന്തോ. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം പിന്നെ ഇളക്കിയിട്ട് ഒന്നുകൂടെ വാഷ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്ത്. പിന്നെ അത് വീണ്ടും നോക്കിയപ്പം പറഞ്ഞ് അത് ഉണങ്ങുന്നില്ല, നമുക്കിനിയിപ്പം വെളിയിൽ കമ്പിയിട്ടേ പറ്റത്തുള്ളൂ, അകത്ത് ഊരി മാറ്റണമെന്ന് പറഞ്ഞ്. ചെയ്തത് ശരിയാവുന്നില്ല. ഇപ്പം ആശുപത്രി ചെന്ന് വീണ്ടും പിന്നെ ഡോക്ടർ ഇപ്പം പറഞ്ഞ് വലത്തേക്ക് മറ്റേതിൻ്റെ കാലിൻ്റെ റിങ് ഇട്ടിരിക്കുകയായിരുന്നു കാലി, അത് ഊരിയിട്ട് ഇത് ചെയ്യാൻ പറ്റും, മറ്റേ വലത്തെ കാലിൻ്റെ ലിഗമെൻ്റ് പോയി കിടക്കണമെന്ന് പറഞ്ഞ്. ഇത് റിങ് ഊരിയിട്ടേ അത് ചെയ്യാൻ പറ്റത്തോളെന്ന് പറഞ്ഞ്. അങ്ങനെ ഇത്രയും നാൾ എടുത്തു. പിന്നെ നമുക്ക് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും നാൾ നീട്ടിയെടുത്തത്. ജീവിതം മുന്നിലൊരു ചോദ്യചിഹ്നമാകുമ്പോഴും ഭാര്യയുടെയും കുട്ടികളുടെയും നിരാശയ്ക്ക് മുന്നിൽ ഒരു പുഞ്ചിരിയുമായി ഷൈജു പറയുന്നു, എല്ലാം ശരിയാകും. 10ൽ പഠിക്കുന്ന മകൾ, 9ൽ പഠിക്കുന്ന മകൻ, പാതിയിൽ നിലച്ചുപോയ വീടെന്ന സ്വപ്നം. പഠിക്കുന്ന സമയമാണ് 10 അപ്പോൾ നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി. നല്ലൊരു കുഞ്ഞുങ്ങൾ വളർന്ന് വന്ന് പഠിക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോഴാണ് ഇങ്ങനെ ആയത്. പിന്നെ ഒരു വീട് വെക്കണമെന്ന് അതും തകർന്നു. ഒറ്റ റൂമിലാണ് നമ്മളെ ജീവിതം. നമ്മളെയൊക്കെ പോലെ ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴായിരുന്നു ഷൈജുവിന് ഈ ദുരന്തമുണ്ടായത്. ഈ കാലുകളുടെ ചികിത്സയ്ക്കായി ഒരുപാട് പണം ഇവരുടെ കയ്യിൽ നിന്നും ചിലവായി. ഇനിയും ഒരുപാട് പണം ആവശ്യമുണ്ട്. ഒപ്പം നന്നായി പഠിക്കുന്ന 2 കുട്ടികൾ, അവരുടെ പഠനത്തിനും ഒരുപാട് പണം ആവശ്യമുണ്ട്. ഈ സഹായത്തിനാണ് ഇവർ പ്രേക്ഷകരോട് ഒരു സഹായം ചോദിക്കുന്നത്. പ്രദീപ് വാളത്തുകളിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് തോൽവിയിലും നേട്ടമുണ്ടാക്കി വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത്. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ താരം 7ാം സ്ഥാനത്തേക്ക് കയറി. ടെസ്റ്റ് ചരിത്രത്തിൽ 800 റേറ്റിംഗ് പോയിന്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായും പന്ത് മാറി. സിംബാബ്വെയുടെ ആന്റി ഫ്ലവറിന് ശേഷം ടെസ്റ്റ് ചരിത്രത്തിൽ ഒരു മത്സരത്തിന്റെ 2 ഇന്നിംഗ്സുകളിൽ സെഞ്ചുറി നേടുന്ന 2ാമത്തെ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.